1. കഷ്ടതകളിൽ ഒരു സഹായം. ദൈവമേ, അവിടുന്ന് എന്റെ സങ്കേതവും ബലവുമാകിയാൽ കഷ്ടതകളിൽ എനിക്ക് വലിയ തുണയായിരിക്കണമേ. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കടലിൽ വീണുപോയാലും ഞാൻ ഭയപ്പെടാതിരിക്കാൻ എന്റെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തണമേ. പ്രതിസന്ധികളുടെ തിരമാലകൾ ഇരച്ചുയരുമ്പോഴും അങ്ങയുടെ സാന്നിധ്യം എന്നെ ശാന്തനാക്കട്ടെ. ദൈവം എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ കുലുങ്ങിപ്പോകില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ പ്രഭാതത്തിലും എന്നെ സഹായിക്കാൻ അവിടുന്ന് എഴുന്നള്ളണമേ. 2. ശാന്തിയും നിശബ്ദതയും. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ എന്ന തിരുവചനം എന്റെ അസ്വസ്ഥമായ ചിന്തകളിൽ യാഥാർത്ഥ്യമാക്കണമേ. ലോകം കലഹിക്കുമ്പോഴും സാഹചര്യങ്ങൾ ഇളകുമ്പോഴും അങ്ങയുടെ ശബ്ദത്താൽ എന്റെ ജീവിതത്തെ അടക്കി വാഴണമേ. എന്റെ ജീവിതത്തിലെ പോരാട്ടങ്ങളെ നിർത്തലാക്കി എനിക്ക് സ്വർഗീയ സമാധാനം നൽകണമേ. സൈന്യങ്ങളുടെ കർത്താവായ അവിടുന്ന് എന്റെ കൂടെയുണ്ടെന്ന ഉറപ്പിൽ ഞാൻ വിശ്രമിക്കട്ടെ. 3. സർവാധിപതിയായ രാജാവ്. സകല ഭൂമിക്കും മഹാരാജാവായ ദൈവമേ, ഞാൻ അങ്ങയെ ജയഘോഷത്തോടെ സ്തുതിക്കുന്നു. എന്റെ ജീവിതത്തിലെ സകല വെല്ലുവിളികളെയും അങ്ങയുടെ അധികാരത്തിന് കീഴിലാക്കി എനിക്ക് ജയം നൽകണമേ. അവിടുന്ന് എനിക്കായി തിരഞ്ഞെടുത്ത അനുഗ്രഹങ്ങളെ പരിപാലിക്കണമേ. ബുദ്ധിയോടെ അങ്ങയെ ആരാധിക്കാനും അങ്ങയുടെ വിശുദ്ധ സിംഹാസനത്തിനു മുൻപിൽ വിനയത്തോടെ നിൽക്കാനും എന്നെ പഠിപ്പിക്കണമേ. 4. സംരക്ഷണത്തിന്റെ കോട്ട. ദൈവമേ, അവിടുന്ന് എന്റെ ജീവിതത്തിന്റെ അരമനകളിൽ ഒരു കോട്ടയായി അറിയപ്പെടണമേ. ശത്രുതയോടെ എനിക്കെതിരെ വരുന്ന ശക്തികളെ അങ്ങയുടെ സാന്നിധ്യത്താൽ ഭ്രമിപ്പിച്ചു മാറ്റണമേ. അങ്ങയുടെ നാമം പോലെ തന്നെ അങ്ങയുടെ സ്തുതിയും എന്റെ ജീവിതത്തിലൂടെ ലോകം കാണട്ടെ. അങ്ങയുടെ വലം കൈ നീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ എന്നെ നേരായ പാതകളിൽ എന്നും നടത്തണമേ. 5. മരണപര്യന്തം വഴി നടത്തുന്നവൻ. ഈ ദൈവം എന്നേക്കും എന്റെ ദൈവമാകുന്നു. മരണം വരെ അവിടുന്ന് എന്നെ വഴി നടത്തട്ടെ. എന്റെ ജീവിതയാത്രയിൽ അങ്ങയുടെ അത്ഭുതങ്ങളെ അടുത്ത തലമുറയോട് വിവരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ലോകം നൽകുന്ന സുരക്ഷിതത്വത്തേക്കാൾ അങ്ങയുടെ ചിറകിൻ കീഴിലുള്ള അഭയത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു. എന്റെ അവസാന ശ്വാസം വരെ അവിടുന്ന് എന്റെ ഇടയനായിരിക്കണമേ. 6. ഭൗതികതയ്ക്കപ്പുറമുള്ള ജ്ഞാനം. ഭൗതിക സമ്പത്തിൽ ആശ്രയിക്കുന്നവരിലോ ഐശ്വര്യത്തിൽ പ്രശംസിക്കുന്നവരിലോ ഞാൻ ഉൾപ്പെടരുതേ. ഒരു മനുഷ്യനും തന്റെ പ്രാണനെ വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് ഓർത്ത് ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ജ്ഞാനമുള്ള കാര്യങ്ങൾ സംസാരിക്കുവാൻ എന്റെ വായ തുറക്കണമേ. എന്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകമുള്ളതായിരിക്കട്ടെ. അങ്ങയെ മാത്രം എന്റെ നിത്യമായ സമ്പത്തായി ഞാൻ കാണുന്നു. 7. പ്രാണന്റെ വീണ്ടെടുപ്പ്. എന്റെ പ്രാണന്റെ വില വലുതാകയാൽ അത് ദൈവത്തിന് മാത്രം നൽകി എന്നെ രക്ഷിക്കണമേ. ധനവാനായി മരിക്കുമ്പോഴും ഒന്നും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന സത്യം ഞാൻ തിരിച്ചറിയട്ടെ. എന്റെ പ്രാണനെ പാതാളത്തിന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് അവിടുത്തെ സന്നിധിയിൽ എന്നെ കൈക്കൊള്ളണമേ. വിവേകമില്ലാതെ നശിച്ചു പോകുന്നവരിലല്ല, മറിച്ച് അങ്ങയുടെ ജ്ഞാനത്തിൽ ജീവിക്കുന്നവരിൽ എന്നെ എണ്ണണമേ. 8. സത്യപ്രകാശത്തിന്റെ ഉറവിടം. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പ്രകാശം എന്റെ ജീവിതത്തിലേക്ക് പകരണമേ. ദൈവമേ, അവിടുന്ന് മിണ്ടാതിരിക്കാതെ എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. അങ്ങയുടെ നീതി ആകാശങ്ങളെപ്പോലെ വെളിപ്പെടട്ടെ. അങ്ങയുമായി നിയമം ചെയ്ത വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ എന്നെയും ചേർക്കണമേ. എന്റെ ജീവിതം അങ്ങയുടെ വെളിച്ചത്താൽ ശോഭിക്കട്ടെ. 9. സ്തോത്രയാഗത്തിന്റെ സമർപ്പണം. മൃഗങ്ങളുടെ രക്തത്തിലല്ല, മറിച്ച് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്തോത്രയാഗങ്ങളിലാണ് അവിടുന്ന് പ്രസാദിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുവിൻ, ഞാൻ നിന്നെ വിടുവിക്കുമെന്നരുളിയ കർത്താവേ, എന്റെ നിലവിളി കേൾക്കണമേ. എന്റെ വഴി അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ രക്ഷ എന്റെ ജീവിതത്തിൽ എപ്പോഴും കാണിച്ചു തരണമേ. 10. മഹത്വത്തിലേക്കുള്ള പാത. സ്തോത്രം അർപ്പിക്കുന്നവൻ അങ്ങയെ ബഹുമാനിക്കുന്നു എന്ന് വചനം പറയുന്നത് പോലെ എന്റെ നാവുകൊണ്ട് അങ്ങയെ എന്നും വാഴ്ത്തും. ദുഷ്ടന്മാരുടെ ആലോചനകളിൽ നിന്ന് എന്നെ കാത്ത് അങ്ങയുടെ വചനത്തെ ഭക്തിയോടെ കാണാൻ എന്നെ സഹായിക്കണമേ. സർവ്വതും സൃഷ്ടിച്ച ദൈവമേ, എന്റെ ജീവിതം അങ്ങേക്ക് പ്രസാദകരമായ ഒരു ജീവയാഗമായിരിക്കട്ടെ. ഈ പ്രാർത്ഥനകൾ നിങ്ങളുടെ ആത്മീയ യാത്രയിൽ